കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും. അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു. പിന്നീട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുകയും ബോച്ചയ്ക്കെതിരെ നിലവിൽ ഇപ്പോഴേ ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ സെലിബ്രിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ്. സത്യത്തിൽ യഥാർത്ഥത്തിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ബോച്ചയെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തി ഒക്കെ തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യനെ നന്മ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് എന്തും കാട്ടിക്കൂട്ടാം എന്നുള്ള ഒരു നിലപാട് ഒരിക്കലും ശരിയല്ല. ഒരു സ്ത്രീത്വത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ അപമാനിതമായിട്ട് ചിത്രീകരിക്കപ്പെടുക എന്നുള്ളത് ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയായിട്ട് തന്നെ കണക്ക് കൂട്ടാം. പലപ്പോഴും നമ്മൾ ഏതൊരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് നോക്കുകയാണെങ്കിലും സ്ത്രീ എന്ന് പറയുന്നത് ഒരുപാട് ത്യാഗവും ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് സ്ത്രീ. പക്ഷേ ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇത്തരം നിലപാടുകൾ വളരെ മോശമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് അത് സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമാണ്. ഹണി റോസ് അതേ സംബന്ധിച്ച് ഹണി റോസിനുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് പങ്കുവെക്കുകയുണ്ടായി. പിന്നീട് അത് സംബന്ധിച്ചുണ്ടായിരുന്ന മറ്റു പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. ഏതായാലും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണാം. ഞാൻ ഹണി റോസ് പങ്കുവെച്ച ആ ഫേസ്ബുക്ക് റിപ്പോർട്ടൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം. നമസ്കാരം. ഒരു വ്യക്തി ദ്വയാർത്ഥം ഉപയോഗങ്ങളിൽ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പം ഉള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നത്. പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്ന പണത്തിൻ്റെ ധാർഷ്ട്യത്തെ ഏതു സ്ത്രീയെയും ഒരാൾ അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമമോ സംവിധാനം ഒരു സുരക്ഷവും നൽകുന്നില്ലേ എന്ന് ചോദിക്കാൻ ഇയാളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളിൽ സ്ത്രീത്വത്തിനും ലൈംഗിക അധിക്ഷേപത്തിനുമെതിരെ ഉദ്ദേശത്തോടെ സംസാരിക്കുന്ന അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്ന എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിൽ നിയമം നിലനിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. വ്യക്തിപരമായി മാനസികമായും വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പുകളെ ഞാൻ പുച്ഛത്തോടെ സഹതാപത്തോടെ അവഗണിക്കാറാണ് പതിവ്. അതിന് ഇനി പ്രതിഷേധം ഇല്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തിത്വ സ്വാതന്ത്ര്യത്തിന് വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ വളരെ മോശമായിട്ട് ഈ ഹണി റോസിനെ സ്വീകരിച്ച് വിളിച്ചിരുത്തിയ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറിയുടെ പ്രോഗ്രാമിന് വിളിച്ചതായിരുന്നു. പക്ഷേ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും വളരെ മോശം ലൈംഗിക ചുവയോടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ബോബി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര നന്മ ചെയ്യുന്നു എന്ന് വെച്ച് എന്തും വിളിച്ച് പറയാമെന്നും സ്ത്രീത്വത്തെ അപമാനിക്കാം എന്നും ഇതിനൊന്നും യഥാർത്ഥത്തിൽ നിയമവും കോടതിയും മുന്നോട്ട് വരാത്തത് എന്താണ് എന്നുകൂടെ ആണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് കൂടെ ചോദിക്കുന്നത്. പലപ്പോഴും ഒരു സാധാരണക്കാരിയായ ഒരു മനുഷ്യന് പോലും ഇത്തരം അവസ്ഥകൾ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ എത്രമാത്രം അനുഭവിക്കേണ്ടി വരും. ഇതും ഇത്രയും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ഇത്രയ്ക്ക് അധിക്ഷേപിക്കുമ്പോഴേ പണത്തിൻ്റെ ഹുങ്ക് നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക വളരെ മ്ലേച്ഛമാണ്. ഏതായാലും അതേ സംബന്ധിച്ച് ഹണി റോസ് തന്നെ കുറച്ച് കാര്യങ്ങൾ മലയാള മനോരമയ്ക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു എന്ന് കേൾക്കാം. അതെനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നത് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു. ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു വിഷയമായിരുന്നു അത്. എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത്.
ഞാനൊരു 10-20 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും. അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു. പിന്നീട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെയും. അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ. ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ് എന്ന് കഴിഞ്ഞ ഒരു 4 മാസങ്ങൾക്ക് മുൻപായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറിയിൽ ഇനാഗുറേഷന് വേണ്ടിയിട്ട് ഈ ഹണി റോസിനെ ക്ഷണിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ വളരെ വലിയ ബോഡി ഷെയ്മിങ് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. വളരെ മോശമായിട്ട് പെരുമാറി വിളിച്ചു വരുത്തി. ഏതായാലും ആ ഒരു രംഗം ഒന്ന് കേട്ടതിന് ശേഷം ഞാൻ ബാക്കി പറയാം. പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാളെ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. ഈ ബോബി ചെമ്മണ്ണൂർ എപ്പോഴും ഡബിൾ മീനിങ്ങിലാണ് അദ്ദേഹത്തിൻ്റെ പല സ്വഭാവങ്ങളും. കുറച്ച് മുന്നേ ഇതുപോലെ ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയിൽ വന്നതിന് ശേഷം ആ ജ്വല്ലറിയിൽ വന്ന് സംസാരിച്ചതുപോലും അതിനെപ്പോലും ഡബിൾ മീനിങ്ങിൽ വളരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഹുങ്കും ഇതെല്ലാം കാണിച്ചു കൂട്ടുമ്പോഴും ഇതിനൊന്നും നിയമവും കോടതിയും തടങ്കലിലാക്കുന്നില്ല എന്നുള്ള വളരെ ശോചനീയമായ അവസ്ഥയാണ് നമ്മുടെ സാഹചര്യങ്ങൾ. പണമുള്ളവനെ ഉയർന്നവനായിട്ടും പണമില്ലാത്തവനെ മറ്റൊരു ഗ്രേഡിലുമാണ് പ്രത്യേകിച്ച് നമ്മുടെ നിയമവും കോടതിയൊക്കെ സംവിധാനങ്ങളൊക്കെ നിലവിലെ സാഹചര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അത്രയ്ക്ക് മോശമായിട്ടും മ്ലേച്ഛമായിട്ടും ഒരു സ്ത്രീയെ വളരെ അപമാനിതമായിട്ട് പറയുമ്പോഴേ ഇതിനൊന്നും ആക്ഷൻ എടുക്കാൻ എവിടെ നമ്മുടെ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും നമ്മളെ ഇന്ത്യൻ നിയമത്തിലെ ആക്റ്റുകളൊക്കെ അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം ഏത് തെമ്മാടിത്തം ചെയ്യുന്ന ഏതൊരു സെലിബ്രിറ്റിക്കും അതല്ലെങ്കിൽ ഇത്തരം പണമുള്ളവനും മറ്റൊരു നിയമം പണമില്ലാത്തവനും മറ്റൊരു നിയമവുമാണോ? അതേപോലെ തന്നെ ആ ചെറിയ പെൺകുട്ടിയും ഇതേ അപമാനിതയായിട്ടുണ്ടായിരുന്നു. ഏതായാലും ബോബി ചെമ്മണ്ണൂർ വീണ്ടും സ്റ്റോൺസ് നമുക്ക് മാറ്റിയിടാം. ഡ്രസ്സിന്റെ കളറിനനുസരിച്ചിട്ട് ഇതിന്റെ സ്റ്റോണുകളൊക്കെ റൂബി ഇതൊക്കെ കളർ നമുക്ക് മാറ്റിയിടാവുന്ന അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ്. വെരി 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 ന്യൂ കളക്ഷൻ. പിന്നെ ബോച്ച് എന്തിൻ്റെ രീതിയിലും ഒരു സ്ത്രീത്വത്തെ അപമാനിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോഴേ അതൊരിക്കലും അംഗീകരിക്കപ്പെടാവുന്നതല്ല. ഏതായാലും ഇതേ സംബന്ധിച്ച് ഒരു ഇൻ്റർവ്യൂവിന് ബോബി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ബോബി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടോക്കാം. ഹണി റോസിനെ എന്തിന് കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ കുന്തി ദേവിയെ പോലെയാണ്. ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം ഈ കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ പലരും റോങ് രീതിയിൽ ഇതുള്ളതുകൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത്. എത്രമാത്രം നിസ്സാരവൽക്കരിച്ചാണ് ബോബി ഇതിനെ സംസാരിക്കുന്നത്. എത്രമാത്രം ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ലാത്ത വളരെ മോശം നിലപാടുകൾ അതും ഒരു സമൂഹ മധ്യത്തിൽ എടുത്തിട്ട് അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോഴേ ഇത്
കേട്ടു നിൽക്കുന്ന ആ ഇൻ്റർവ്യൂവറുടെ ഒരു നിലവാരവും ഇതിന് സംസാരിക്കുന്ന ബോബിയുടെ നിലവാരവും എവിടെയാണ്? ഏതായാലും കുറച്ചുകൂടെ കേൾക്കാം ബാക്കി. കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. ഞാനൊരു ജെമിനിയാണ്, മനസ്സിലായില്ലേ? ജെമിനി എന്ന് പറഞ്ഞാൽ നമ്മള് ജനിച്ച ഇതുണ്ടല്ലോ, സ്റ്റാർ ഇതുണ്ട്, ജെമിനി എന്ന് പറഞ്ഞ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡ് വേറെ, നാളത്തെ മൂഡ് വേറെ ആയിരിക്കും. ഓരോ ദിവസം ഡിഫറെന്റ് വ്യക്തിയായിരിക്കും. ഇവിടെയും ബോബി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഡബിൾ മീനിങ്ങിൽ മാത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം മോശമായിട്ട് ഒരു സ്ത്രീയെ മോശം ചിത്രീകരിച്ചിട്ടും ഇതിനൊക്കെ ന്യായീകരിക്കാൻ ആരാണ് ഇവർക്കൊക്കെ അധികാരം തന്നിട്ടുള്ളത്? ഏതായാലും ബാക്കി കൂടെ കേൾക്കാം. എപ്പോഴും 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കാം. കുന്തി ദേവി, ആ കഥയിലുള്ള കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ എടുക്കാം. അല്ല, ആകാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം. ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട്, ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആരെയും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമേ നമ്മൾ. ഇതാണ് നമ്മളെ നിലവിലെ സാഹചര്യവും. പണവും പ്രതാപവും പ്രശസ്തിയും ഒക്കെ ഉള്ളവർക്ക് എന്തും ആവാം എന്നും, ഇനി അത് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇത് ഹണി റോസിനെ പോലത്തെ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തും ചെയ്യാം എന്നാണോ? യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ബോഡിയും ശൈലിയും രൂപമൊക്കെ ദൈവം നമുക്ക് നൽകുന്നതാണ്. അത് അവരുടെ ശരീരത്തിനിണങ്ങുന്ന വസ്ത്രമിട്ട് വരുന്നതും ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നും അവനവനാണ് തീരുമാനിക്കുന്നത്. മറ്റൊരാൾ അത് എങ്ങനെ കാണുന്നു എന്നുള്ളത് അവനെ തീരുമാനിക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ അതിൻ്റെ പേരിലും വളരെ മോശമായിട്ട് ഒരു സ്ത്രീയെ ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും തരം താഴ്ന്ന ഏർപ്പാടാണ് ബോച്ചെ എന്ന് ബോച്ചെ തന്നെ മനസ്സിലാക്കണം. ഒരിക്കലും സമൂഹം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഹണിറോസിൻ്റെതായ വസ്ത്രരീതി അവൾ ഉപയോഗിക്കുന്നു, അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾക്കും അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ഇവിടെ ബോച്ച പറയുന്നുണ്ട്, ഒരു രൂപം പോലും കുന്തി ദേവിയോട് ഉപമിച്ചു കിട്ടും. അതൊരു രൂപം പോലും ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ ഓരോരുത്തർക്കും ഉണ്ട്. അതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പക്ഷേ കാണുന്നവർക്ക് അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നുണ്ടെങ്കിലും ഒരു സമൂഹ മാധ്യമത്തിൽ വന്ന് അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ വന്ന് അതിനെ അപമാനിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശവും ഏറ്റവും മ്ലേച്ഛവുമായിട്ടുള്ള നിലപാടാണ് എന്ന് സമൂഹം തിരിച്ചറിയണം. ബോച്ചയുടെ ഫാൻസാണെന്ന് വെച്ച് ബോച്ച കാണിക്കുന്ന എന്ത് ചണ്ടിത്തരവും എന്ത് നീചമായ കാര്യത്തെയും അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം വളരെ അധപ്പതിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന് കൂടെ തെളിവാണ്. ഏതായാലും വീഡിയോ കുറിച്ച് അഭിപ്രായം കാണാൻ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.